എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മിക്സ് വെജിറ്റബിളിൻ്റെ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത്. എൻ്റെ കയ്യിൽ കുറേ വെജിറ്റബിൾസൊക്കെ ഇച്ചിരിച്ച് ഉണ്ടായിരുന്നു. ബീൻസും ക്യാരറ്റും കോളിഫ്ലവറും എല്ലാം ഇച്ചിരിച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ ഓർത്തത് കൊണ്ടെല്ലാം നമുക്കൊരു പിക്കിൾ ഉണ്ടാക്കാവുന്നത്, മിക്സ് വെജിറ്റബിൾ പിക്കിൾ. ഞാൻ എല്ലാം കൂടി ഒരു 1/2 കിലോ വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. അതായത് അതിനകത്ത് ക്യാരറ്റ് ഉണ്ട്, റാഡിഷ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, കോവയ്ക്കായ ഉണ്ട്, അങ്ങനെ. പിന്നെ നെല്ലിക്കായും നാരങ്ങായും ഒരു മാങ്ങായും ഉണ്ടായിരുന്നു, അതും എടുത്തു. അപ്പോൾ എല്ലാം കൂടി ഞാനൊരു 1/2 കിലോയുടെ ഏകദേശം അത്രയും എടുത്തിട്ടുണ്ട്. അപ്പം അതും കൊണ്ട് എങ്ങനെയാണ് ഒരു മിക്സ് വെജിറ്റബിൾ പിക്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിൽ ഞാൻ ഉപയോഗിച്ച വെജിറ്റബിൾസിൻ്റെ ലിസ്റ്റും അതിന് വേണ്ട മസാലകളും ഞാനിവിടെ വീഡിയോയുടെ ഏറ്റവും അവസാനവും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് മിക്സ് വെജിറ്റബിൾ പിക്കിൾ ഉണ്ടാക്കുന്നതെന്ന്. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഉള്ളൂ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ പിക്കിൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ വെജിറ്റബിളൊക്കെ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാം ഒന്ന് അരിയണം. അല്പം നീളത്തിൽ കനം കുറച്ച് അരിയണം. എല്ലാം ഒരേ ഷേപ്പിൽ അരിയാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്, ഒരേ നീളത്തിൽ. ഇപ്പം ഞാൻ ബീൻസും ക്യാരറ്റും എല്ലാം ഓരോന്നും എടുത്തിട്ടുള്ളൂ, ഇച്ചിരിച്ച് എടുത്തു. എല്ലാം കൂടെ കൂടി ഒരു 1/2 കിലോ വെജിറ്റബിൾ എല്ലാം കൂടെ കൂടി എടുത്തിട്ടുള്ളൂ, ഇത്ര എടുത്തിട്ടുള്ളൂ. ഇത് മുള്ളങ്കി എന്ന് പറയും, അതായത് നമ്മുടെ റാഡിഷ്, അത് നല്ലതാണ് അച്ചാറിന് ഇടയ്ക്ക് കടിക്കാനായിട്ട്. പിന്നെ ഒരു മാങ്ങ എടുത്തു, അത് നീളത്തിൽ അരിയുവാണ്. പിന്നെ ഒരു കോളിഫ്ലവറിൻ്റെ ഒരു ഇച്ചിരി ഭാഗം, ഒരു 50 ഗ്രാം വെല്ലം, ഗാർലിക്ക്, പിന്നെ ജിഞ്ചർ, എല്ലാ സാധനവും നീളത്തിൽ അരിയുക. ഇനി നമ്മൾ സാധാരണയായിട്ട് പച്ചയ്ക്ക് കഴിക്കുകയല്ലാത്ത വെജിറ്റബിൾസ് ഇതിനകത്തുള്ളത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ആ കൂടെ നെല്ലിക്കായും നാരങ്ങായും കൂടെ സ്റ്റീം ചെയ്യാം. ഇപ്പം കോളിഫ്ലവറും ബീൻസും കോവയ്ക്കായും ആ കൂടെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. സ്റ്റീം ചെയ്തിട്ട് കോരിയെടുക്കുക. ഇപ്പം നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത എല്ലാ പച്ചക്കറിയും നന്നായിട്ട് അതൊന്ന് തണുക്കട്ടെ കേട്ടോ. എന്നിട്ട് നെല്ലിക്കായും നാരങ്ങായും നമുക്ക് ചെറുതായിട്ട് മുറിക്കാം. നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ക്യാരറ്റൊക്കെ ഇല്ലേ, അതിൻ്റെ കൂടെ അതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യാം. ഏത് പച്ചക്കറി വേണേലും ഉപയോഗിക്കാം, വീട്ടിൽ മിച്ചമുള്ള പച്ചക്കറി ഏത് വേണേലും ഉപയോഗിക്കാം. ഇനി നമ്മൾ നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഇച്ചിരി മുന്നിൽ നിൽക്കണം, കുറഞ്ഞു പോകരുത്. പിന്നെ മുളക് പൊടിയും ഞാനിപ്പോൾ ഇവിടെ ഒരു 3-3.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇച്ചിരിച്ച് അരിഞ്ഞപ്പോൾ ഒത്തിരി ആയിപ്പോയി, പല വെജിറ്റബിളും ഇല്ല, അപ്പോൾ ഒരു പാത്രം നിറഞ്ഞിപ്പോയി. 2 ചെറുനാരങ്ങയുടെ നീര് എടുത്ത് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം എല്ലാ സാധനവും ചേർത്ത് നമുക്കൊരു എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം. ഇനി ഇച്ചിരി കടുക് ഉലുവയും കൂടി ഒരു ചീനച്ചട്ടിയിൽ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അപ്പം കായും കൂടി ആ ചൂടോടെ ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ചേർക്കുക. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊരു അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വെള്ളം മതി, ഒത്തിരി ആകില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ഭരണിയിലേക്ക് നിറയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഭരണി എടുത്തിരിക്കുന്നത്. ഇതെല്ലാം തണുത്തതിന് ശേഷമാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എണ്ണ ചൂടാകണം. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ല തിളപ്പിച്ചിട്ട് അത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് നാൾ വെക്കണം എന്നുണ്ടെങ്കിൽ നികക്കി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അധികം ദിവസം വെക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. അത്രയും കൊണ്ട് നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാകും. ഇനി നമ്മൾ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് എടുത്തെന്നുള്ളത് നമുക്ക് ഇനി ലിസ്റ്റിലൊന്ന് നോക്കാം. ഒരു 3 ദിവസം കഴിയുമ്പോൾ മുതൽ നമുക്കിത് കഴിക്കാൻ തുടങ്ങാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പം നിങ്ങൾ പിക്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് യൂസ് ചെയ്തതെന്നൊക്കെ കണ്ടല്ലോ. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ പിക്കിൾ വെക്കണം എന്നുണ്ടെങ്കിൽ എണ്ണ നികക്കി ഒഴിച്ച് വെക്കണം, അല്ലെങ്കിൽ പിന്നെ അത് പൂത്തു പോകും. അതുപോലെ നമ്മൾ
പിക്കിൾ ഇട്ട് വെക്കുന്ന കുപ്പി നല്ല ഡ്രൈ ആയിരിക്കണം. പിന്നെ പിക്കിൾ എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും നല്ല ഡ്രൈ സ്പൂൺ ഇട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പിന്നെ അതും ഇങ്ങനെ പൂത്തു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത്രയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പിക്കിൾ ഒത്തിരി നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പം വളരെ രുചികരമായ ഒരു പിക്കിളാണിത്. വളരെ വേഗം ഉണ്ടാക്കാനും പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എൻ്റെ കമൻറ്റ്സൊക്കെ അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.